Yes, today we are doing a composition work. Preparing questionnaires. Preparing questionnaires. You might not have studied earlier. It is the first time that you come to hear such a term, questionnaire. What is questionnaire? Questionnaire means a set of printed or written questions with a choice of answers. What is questionnaires? Questionnaire means a set of printed or written questions with a choice of answers. There will be a choice of answers, a multiple choice of answers will be given. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചോദ്യാവലി എന്ന് പറയുന്നത് സർവേയുടെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിലെ സർവേയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോറേഷന് വേണ്ടി നമ്മൾ ഒരു ലോർജ് ഓഡിയൻസിന് നൽകുന്ന ചോദ്യാവലിയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ മീൻസ് എ സെറ്റ് ഓഫ് പ്രിന്റഡ് ഓർ റിട്ടൺ ക്വസ്റ്റ്യൻസ് with a choice of answers. There will be multiple choice of answers. ഉത്തരങ്ങൾ നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കണം. ഇറ്റ് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക് ആക്ച്വലി, ബിക്കോസ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് സോ മെനി തിങ്സ്, സോ മെനി ആസ്പെക്ട്സ് ബിഫോർ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ. സോ ഇറ്റ് റിക്വയർസ് എ നോളജ് ഇൻ സൈക്കോളജി, മാർക്കറ്റിംഗ്, or the information about the target audience. So these are highly necessary for preparing questionnaire. A questionnaire is one of the most convenient instruments to collect information in a structural and systematic manner. A questionnaire, ഈ ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താണ്? A questionnaire is one of the most convenient instruments. ഏറ്റവും സൗകര്യപ്രദമായ ഉപകരണങ്ങൾ ഒന്നിനാണ്. എന്തിനു വേണ്ടി? To collect information in a structured and systematic manner. സ്ട്രക്ചേർഡും സിസ്റ്റമാറ്റിക്കും ആയ രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്നാണ് ക്വസ്റ്റ്യനെയർ. എ ക്വസ്റ്റ്യനെയർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കൺവീനിയൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു കളക്ട് ഇൻഫർമേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. A questionnaire offers choices to the respondents. Respondents means those who answer the questions. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആളുകളാണ് ഇവിടെ റെസ്പോണ്ടൻസ്. or to whom we are asking questions. ആരോടാണോ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് അവരാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. or who really answer the questions are called respondents. Questionnaires offer choices to the respondents within a certain range of responses. We only give a certain range of responses. Responses means answers. Answers ഒരു റേഞ്ചിൽ നമ്മൾ തന്നെ നൽകുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോയ്സുകൾ നൽകുന്നു. ഇറ്റ് ഗിവ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെലക്ഷൻ ഓർ ചോയ്സ് ടു ദി റെസ്പോണ്ടൻസ്, ബട്ട് ദേ ഷുഡ് ആൻസർ ദം വിത്തിൻ എ certain range. ഏതെങ്കിലും ആലോചിച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് റെസ്പോൺസസിൽ നിന്ന് വേണം അവർ ആൻസേഴ്സ് നൽകാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ക്വസ്റ്റ്യനെയർ. നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് നമ്മളൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു ജുവലറി ഷോപ്പോ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. വി ഹാവ് ടു സ്റ്റഡി ദി സൈക്കോളജി ഓഫ് ദി കസ്റ്റമേഴ്സ് ലിവിങ് ദെയർ. അവിടെയുള്ള ആളുകളുടെ സൈക്കോളജി പഠിക്കട്ടെ. അതിൽ ഈ ക്വസ്റ്റ്യനേഴ്സ് നമുക്ക് എടുക്കേണ്ടി വരും. അത് ക്വസ്റ്റ്യനെയറായിട്ട് ചോദിക്കുന്നതായാലും ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വേറൊരു സമ്പ്രദായമുണ്ട്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെൻസസിലൊക്കെ നമ്മൾ അവലംബിക്കുന്ന കാര്യം. നമ്മൾ ഓരോരുത്തരെയും കണ്ട് ഈ റെസ്പോണ്ടനെ നേരി കണ്ട് അവരോട് ചോദിച്ച് നമ്മൾ തന്നെ ഫില്ല് ചെയ്യുന്നു. അതിൽ ഈസ് ആപ്ലിക്കബിൾ ടു ദി ഇല്ലിറ്ററേറ്റ് പീപ്പിളിന് ആപ്ലിക്കബിൾ ആണത്. അതിന് ഷെഡ്യൂൾ എന്ന് പറയും. അല്ലാതെ നമ്മൾ ഈ പേപ്പർ വിതരണം ചെയ്യുന്നു. ക്വസ്റ്റ്യനെയർ ചോദ്യാവലി അടങ്ങിയ പ്രിന്റഡോ അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയതോ ആയ പേപ്പർ വിതരണം ചെയ്യുന്നു. വി ആർ കളക്ടിങ് ആൻസേഴ്സ്. We are gathering the answers and making a quick analysis of the questionnaire. പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യുക അതെന്താണ് അവരുടെ എന്നുള്ളത്. അത് അങ്ങനെ ഈ ചോദ്യങ്ങൾ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ആൻസേഴ്സ് വാങ്ങുന്നതാണ് ക്വസ്റ്റ്യനെയർ. അല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ തന്നെ ഫില്ലപ്പ് ചെയ്യുന്നത് അതിന് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഷെഡ്യൂൾ എന്നാണ് അതിന് പറയുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനെയറിൻ്റെ കാര്യം പറയുന്നത്. Then questionnaires are commonly used to gather first-hand information from a large audience. Questionnaires are commonly used, they are ordinarily used to gather or collect first-hand information. The very first-hand information. പ്രാഥമികമായ അറിവ് നേടാൻ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനെയർസ് from a large audience in the form of a survey. We are actually conducting a survey in the form of giving or distributing questionnaires.
ഈ ക്വസ്റ്റ്യനേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ ആക്ച്വലി കണ്ടക്ടിങ് എ സർവേ. ഇറ്റ് ഈസ് ഈക്വൽ ടു എ സർവേ. ഒരു സർവേക്ക് തുല്യമാണ്. ക്വസ്റ്റ്യനേഴ്സ് ആർ കോമൺലി യൂസ് ടു ഗ്യാദർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ദി വെരി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, പ്രാഥമികമായ ഇൻഫർമേഷൻ നേടാൻ ഉപയോഗിക്കുന്നത് ഫ്രം എ ലോവർ ഓഡിയൻസ് ഇൻ ദി ഫോം ഓഫ് എ സർവേ. ഒരു മീറ്റിംഗ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടക്കുന്നു, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനേഴ്സ് വിതരണം ചെയ്യുന്നു. അതിലവരുടെ അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ്സ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ ദേ ആർ യൂസ് ടു ഗെദർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഫ്രം എ ലോവർ ഓഡിയൻസ് ഇൻ ദി ഫോം ഓഫ് എ സർവേ. Questionnaires are commonly used to gather first-hand information from a lower audience in the form of a survey. You should remember that. Questionnaires are highly practical. It is a practical way of collecting information. Questionnaires are it is actually the most practical way of collecting information and be carried out by any number of people. ആർക്കും അത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു any number of people. And also the results can be quickly analyzed. ഒരു പരീക്ഷ എഴുതിയ റിസൾട്ട് കാത്തിരിക്കേണ്ട. When the meeting is over or within a limited span of time we can analyze the report, we can analyze the questionnaire. വളരെ പെട്ടെന്ന് തന്നെ ഈ റിസൾട്ട്സ് ക്യാൻ ബി ക്വിക്കലി അനലൈസ്ഡ്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. റിസൾട്ട്സ് നമുക്ക് വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. Now let us study the types of questionnaires. We are going to understand the various types of questionnaires. There are different kinds of questionnaires. At least there are 4 kinds of questionnaires. The structured questionnaire, the structured questionnaire, or closed end questionnaire, unstructured questionnaire, unstructured questionnaire, or open end questionnaire, then mixed type of questionnaire, and finally the picture based questionnaire. These are the different kinds of questionnaires. Structured questionnaire, it is also called a closed end questionnaire. Then there is unstructured questionnaire, it is also called a open end questionnaire. Mixed type, mixed type means both structured and unstructured, or both open end and closed end question types. And finally see picture based questions, picture based questionnaire. At first let us see structured questionnaire. What is structured questionnaire? They have a definite set of questions. Number 1, the most important point, the structured questionnaire or the closed questionnaire have a definite set of questions. We prepare the questions in advance. നമ്മൾ നേരത്തെ മുൻകൂട്ടി questions നമ്മൾ prepare ചെയ്യുന്നു. They have a definite set of questions. They are prepared well in advance. Such questions in structured questionnaires, വേറെ കാര്യം I am telling in the midst of this description. In our examination, structured type of questionnaires are usually asked. നമ്മുടെ പരീക്ഷയ്ക്ക് അൺസ്ട്രക്ചേർഡ് ചോദിക്കാറില്ല, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർസ് ആണ് അങ്ങനെ ചോദിക്കുന്നത്. The second point is they are prepared well in advance. മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നു. അത് വളരെ ശ്രമകരമായ ജോലിയാണ്. ചിലപ്പോൾ 10-20 പ്രാവശ്യം മാറ്റി മറിച്ച് നമുക്ക് തയ്യാറാക്കേണ്ടി വരും. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. ഒരാളുടെ എക്സ്റ്റംപററി ആയിട്ട് ചോദിക്കുന്നത് പോലെ, ഓഫ് ഹാൻഡഡ് ആയി ചോദിക്കുന്നത് പോലെ വി കാനോട്ട് ആസ്ക് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ, വി കാനോട്ട് പ്രിപ്പയർ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ, വി കാനോട്ട് ആസ്ക് സച്ച് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചോദിക്കാൻ കഴിയത്തില്ല. ദേ ആർ പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ആർ ഫോമൽ ഇൻ നേച്ചർ. ദേ ആർ പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ഫോമൽ ഇൻ നേച്ചർ. ഔപചാരികമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇൻഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. പേഴ്സണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നിനും ചോദിക്കത്തില്ല. Then they collect, in structured questionnaires they collect data that are quantifiable. Quantifiable means measurable. നമുക്ക് അളക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, അത് ക്വാണ്ടിറ്റിയെ സംബന്ധിക്കുന്ന ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. In structured questionnaire they collect the data that are quantifiable and relevant only for a specific purpose. Such questions are relevant for only a purpose. It is for an ad hoc purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തിന്, പ്രത്യേക പർപ്പസിന്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിങ്ങിന് ഏതെങ്കിലും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഏതെങ്കിലും ഒരു സർവേ സംബന്ധിച്ചാണോ? അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇറ്റ് ഈസ് റെലവൻറ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ദേ കളക്ട് ഡേറ്റ ദാറ്റ് ആർ ക്വാണ്ടിഫിയബിൾ ആൻഡ് റെലവൻറ്റ് ഓൺലി ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓൺലി. ഒരു പ്രത്യേക ഉദ്ദേശത്തിന്, പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. Another point regarding structured questionnaire, they usually look up for yes or no questions. Yes or no questions answers.
they usually anticipate the questions in the questionnaire are usually expected. They look for yes or no questions answers or answers given with a fixed parameter or the answers given within a given and a fixed parameter. ഒരു പ്രത്യേക ഒരു പാരാമീറ്ററിൽ പ്രത്യേക ഒരു അളവിൽ പ്രത്യേക ഒരു അളവുകോൽ അനുസരിച്ച് പ്രത്യേകമായിട്ട് തരും ABCD എന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് തരും. അതിൽ നിന്ന് മാത്രം ആ പാരാമീറ്ററിൽ നിന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ പറഞ്ഞാൽ മതി, ഏത് യെസ് ഓർ നോ. അപ്പോൾ അങ്ങനെയാണ് വളരെ ക്വിക്കായിട്ട് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇൻ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ദേ യൂഷ്വലി ഫോർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഓർ ആൻസേഴ്സ് ഗിവൺ വിത്തിൻ എ ഗിവൺ ആൻഡ് ഫിക്സഡ് പാരാമീറ്റർ. അല്ലെങ്കിൽ ഒരു ഫിക്സഡായ നമുക്കൊരു പാരാമീറ്റർ നൽകുന്നു, ഒരു അളവുകോൽ നൽകുന്നു. ആ അളവുകോലിൽ നിന്നുകൊണ്ട് തന്നെ ആ പാരാമീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തണം. ABCD എന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ ദേ ആർ ഓൾസോ കോൾഡ്, ഇതിൻ്റെ മറ്റൊരു പേര് അപരനാമം, ഹൗ ഈസ് ഇറ്റ് നോൺ ഇൻ അനദർ നെയിം? ദേ ആർ ഓൾസോ കോൾഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനെയർ. Structured questionnaires have another name, it is close-ended questionnaires. അങ്ങനെയുണ്ട്. Then questionnaire for consumer patterns. The questions we prepare for consumer patterns. കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ളത്. ആൻഡ് സെൻസസ് നടപടികൾ. അതിന് ഈ ക്വസ്റ്റ്യനെയർ നമ്മൾ ഷെഡ്യൂളായിട്ട് ഉപയോഗിക്കും. ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ ഫില്ലപ്പ് ചെയ്യും. അതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് സർവേ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. ഒരു പ്രദേശത്തെ ആളുകളുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു ഡ്രിങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ഐറ്റം ലോഞ്ച് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രദേശത്തെ ഫുഡ് ഹാബിറ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ കൺസ്യൂമർ പാറ്റേൺസ്, ദെൻ സെൻസസ് ആൻഡ് ഓൾസോ സർവേ ഫുഡ് ഹാബിറ്റ്സ് കം അണ്ടർ ദിസ് കാറ്റഗറി ഓഫ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർസ്. For example, how popular is the ABC detergent in your house? How popular is the ABC detergent in your house? ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് നിങ്ങളുടെ ഹൗസിൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആണോ, നിങ്ങളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there will be a choice of answers or multiple choice will be given. A, extremely popular. B, very popular. C, not very popular. D, unpopular. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എക്സ്ട്രീംലി പോപ്പുലർ ആണെങ്കിൽ ലൈക്ക് ദി പ്രോഡക്റ്റ്. അതല്ല വെരി പോപ്പുലർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. നോട്ട് വെരി പോപ്പുലർ ആണെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. അൺപോപ്പുലർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോ യൂസ് ഓഫ് ലോഞ്ചിങ് ദാറ്റ് പ്രോഡക്റ്റിന് ഇമ്മൻസ് കൂടുതലായിട്ട് ആ പ്രോഡക്റ്റിനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് these are the things we have to remember while we are preparing structured questionnaires. I am once again reminding you of the fact that in our examinations, this type of questionnaires will be asked: structured questionnaires or close-ended questionnaires. Now let us go to the another type of questionnaires. So the second type is unstructured questionnaires. They are meant for qualitative assessment. The first point we have to remember is, we have to keep in our mind is, they are meant for qualitative assessment. നമ്മൾ മറ്റേതാണെങ്കിൽ സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ കാണിക്കുന്നുവെങ്കിൽ, അസസ്മെൻറ്റിന് ഉപയോഗിക്കുന്നുവെങ്കിൽ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ ഈസ് യൂസ് ടു ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ്. ഒരു ക്വാളിറ്റി ഏതെങ്കിലും പ്രോഡക്റ്റ് ആയാലും വ്യക്തികളുടെ ആയാലും ജോബ് ആസ്പിറൻസിൻ്റെ ആയാലും അവരുടെയൊക്കെ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദേ ആർ മെൻറ്റ് ഫോർ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് ഓർ അസസ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി. The questions are not set, they are not prepared in advance. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നില്ല. പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ വേരി സ്പോണ്ടേനിയസ്ലി. നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അതൊരു ബോർഡായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കാം. അവരുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് ദേ മേ ചേഞ്ച് സ്പോണ്ടേനിയസ്ലി, സ്വയമേ അങ്ങ് മാറാറുണ്ട്. അവർ ആ ഒരു സാഹചര്യം അനുസരിച്ച് അക്കോർഡിംഗ് ടു ദി ഓപ്പർച്യൂണിറ്റി ദേ സ്വിച്ച് ഓവർ ടു വേരിയസ് ക്വസ്റ്റ്യൻസ്. പല ചോദ്യങ്ങളിലേക്ക് പോകാറുണ്ട്. നമുക്ക് എക്സാമിനകത്ത് എഴുതേണ്ടതെന്നാലും സേ ഐ ആം ടെല്ലിങ് ഇറ്റ്. Questions are not set, patterns of questions may vary spontaneously. Another point, the respondent is allowed to express his or her views on the subject. അത് മാത്രമല്ല, here the respondents are getting more freedom. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഏതെങ്കിലും ABCD സെലക്ട് ചെയ്താനോ അല്ലെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാനോ അല്ല ഇവിടെ അവസരമുള്ളത്. റെസ്പോണ്ടന്റ് ഈസ് allowed to express his or her own views on the subject. ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ച് എന്താണ് വ്യൂസ്, അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ പറയാനുള്ള അവസരം റെസ്പോണ്ടന്റിന് കിട്ടുന്നു. ഇൻ ദിസ്
type of unstructured questionnaires. And also they are also called, and this type of questionnaire is also known as open-ended questionnaire, whereas structured questionnaires are called close-ended questionnaires, and unstructured questionnaires are called open-ended questionnaires. Open-ended questionnaires. Very important example is questionnaire for job interviews. ജോലിക്കുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, അത് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ബോർഡ് അല്ലെങ്കിൽ ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. They will switch over to different varieties of questions according to their whims and fancy. An example, what makes you suitable for this post? ഈ ജോലി നിങ്ങൾ സെലക്ട് ചെയ്യാൻ എന്താ കാര്യം, ഈ ജോലിക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്യൂട്ടബിൾ ആകുന്നത്? The candidate is expected to, or the respondent is expected to give a brief description on the answer. അപ്പോൾ വെറുതെ എന്തെങ്കിലും ABCD ഒന്നും പറയാനില്ലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാനൊന്നുമില്ല. He has to answer, the aspirant has to answer, the job aspirant has to answer the questions in a descriptive way. And the third type of questionnaire is mixed questionnaires. Mixed questionnaires. It is something we have to understand the title, mixed questionnaires. What is it? They make use of both open-ended and close-ended questions, or structured questionnaire and unstructured questionnaire. It is a combination of both structured questionnaire and unstructured questionnaire. Or they make use of open-ended, unstructured, and close-ended, structured question types. And finally, there is picture-based questionnaires. They use pictures in order to obtain responses. The pictures are ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനാണെങ്കിൽ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു പിക്ചർ കാണിക്കും, ഒരു സംഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു പിക്ചർ കാണിക്കും. വി ഹാവ് ടു ഫ്രെയിം എ സ്റ്റോറി ഔട്ട് ഓഫ് ഇറ്റ്. അതേപോലെ ഇവിടെ പിക്ചേഴ്സ് കാണിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ഷനിലൂടെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദി സൈക്കോളജി ഓഫ് അവർ സെൽസ്. നമ്മുടെ സൈക്കോളജി മനസ്സിലാക്കുന്നു. അതാണ് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യനേഴ്സ്. They use in picture-based questionnaire, they use pictures in order to obtain responses. Then we can discuss the points we have to remember while preparing questionnaires. What are the points we have to remember? Draft the questionnaire with the end results in mind. We have to consider the results. What will be the results? What will be the responses to the audience? That we have to consider while we are preparing questionnaires. When we are making or drafting questionnaires, we have to remember. We have to think over the എൻഡ് റിസൾട്ട്. നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ റെസ്പോൺസസ് എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ. ഡ്രാഫ്റ്റ് ദി ക്വസ്റ്റ്യനെയർ വിത്ത് ദി എൻഡ് റിസൾട്ട്സ് ഇൻ മൈൻഡ്. നമ്പർ 2, സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാക്കണം. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. there will be literate people, there will be literate, there will be highly qualified people. See, everyone should, one and all should understand what is meant by the questions. Questions എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. So the question should be simple, സെൽഫ് എക്സ്പ്ലനേറ്ററി. വേറെ ആരുടെയും സഹായമൊന്നും വേണ്ട. മീനിങ് ഡിക്ഷണറി നോക്കിയൊന്നും അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയൊന്നും മീനിങ് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. ദി ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആൻഡ് വിഷ്വലി അപ്പീലിംഗ്. പ്രിൻ്റഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടാലൊരു ഭംഗി വേണം, നമുക്ക് നോക്കാൻ തോന്നണം. അല്ലാതെ വികലമായി അല്ലെങ്കിൽ വളരെ ബ്ലർഡായി പ്രിൻ്റ് ചെയ്ത ലെറ്റേഴ്സ് ഒന്നും ആകരുത്. ഇറ്റ് ഷുഡ് ബി വിഷ്വലി അപ്പീലിംഗ്. കാഴ്ചയിൽ നല്ല അപ്പീലിംഗ് ആയിരിക്കണം. ദീസ് ഷുഡ് ബി these are the 2 points. And another point, avoid questions that are lengthy. We should never ask lengthy questions. Neenda questions, lengthy questions will make the audience boring. So we should never ask lengthy questions. Asking 2 or more questions in the same time, and at the same time we should never ask 2 or more questions. രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാൻ പാടില്ല. We should never ask ambiguous or misinterpreted questions. And also we should be very careful not asking ambiguous or misinterpreted questions. Ambiguous means difficult to understand. ഓഡിയൻസിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോണ്ടൻസിന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ ദി ക്വസ്റ്റ്യൻസ് വിച്ച് ഇൻകർ ഡബിൾ മീനിങ്സ്, മിസ്ഇൻറ്റർപ്രറ്റഡ് ക്വസ്റ്റ്യൻസ്, പല മീനിങ്സ് ഉള്ള പല അർത്ഥതലങ്ങളുള്ള ചോദ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. We should ask simple questions. Then only they can answer properly. And return the same to us. Number 4, avoid the use of jargon. Jargon means very difficult words and technical language. ഓഡിയൻസ് നമുക്കറിയാമല്ലോ, ടെക്നിക്കലായിട്ട് അറിയാൻ പറ്റാത്ത ആളുകളായിരിക്കും. ടെക്നിക്കൽ ലാംഗ്വേജ്, ഒരു സ്പേസ് റിസർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കാര്യങ്ങളോ. ഇഫ് somebody is asking me about a space research, I cannot answer because I do not know
much about space research. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാത്ത ജാർഗൺ, വെരി ഡിഫിക്കൽട്ട് ആൻഡ് അൺഅണ്ടർസ്റ്റാൻഡബിൾ വേർഡ്സ് we should deliberately avoid jargon, ununderstandable phrases and terms, and we should avoid technical language, and we should ask specific questions. The questions must be specific. ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി പോയിന്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. We should ask specific questions. So these 5 points we should keep in our mind while drafting unstructured or open-ended questionnaire. So these things we should keep in our mind while we are asking asking questions, or while we are giving away distributing questionnaires, or while drafting questionnaire. Now let us see a model questionnaire. Prepare a structured questionnaire to assess the pattern of electricity consumption in your area by the residents association. The questionnaire is prepared by the residents association. The residents association is preparing this questionnaire. അപ്പോൾ ഏതായാലും ക്വസ്റ്റ്യൻ ആദ്യം വേണ്ടത് നൈമും അഡ്രസ്സും, അതുപോലെ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ജെൻഡർ വേണം. ജെൻഡർ, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വൈവാഹിക അവസ്ഥ, വിവാഹിതരാണോ അല്ലയോ എന്നുള്ളത് അത് വേണം. സോ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഇൻ അവർ ഏരിയ, ഇൻ അവർ റെസിഡൻഷ്യൽ ഏരിയ, collected by the residents association. Number 1, name. Number 2, address. Number 3, gender. Number 4, mobile number. Number 5, pattern of occupation. Multiple choice is given. Pattern of occupation. എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ളത്. എ സിംഗിൾ, ഒറ്റയ്ക്ക്. ബി കപ്പിൾ. സി ഫാമിലി. സിംഗിൾ, കപ്പിൾ, ഫാമിലി. എ സിംഗിൾ, ബി കപ്പിൾ, സി ഫാമിലി. Number 5, total number of occupants in your house. Total number of occupants. എത്ര പേര് താമസിക്കുന്നുണ്ടെന്നുള്ളത്. A1, B2, C. 3 or more. 3 or more. 3 അതിലധികമോ. Then number 7, total number of members. Total number of members who work. ജോലിയുള്ള ആളുകളുടെ എണ്ണം. A1, B2, C. 3 or more. Number 8, the nature of electricity connection of your house. അത് സിംഗിൾ ഫേസ് ആണോ? എ സിംഗിൾ ഫേസ്, ബി 3 ഫേസ്, സി സോളാർ, ഡി ഹൈബ്രിഡ്. ഹൈബ്രിഡ് മീൻസ് ബോത്ത് സോളാർ ആൻഡ് ഇലക്ട്രിസിറ്റി. എ സിംഗിൾ ഫേസ്, ബി 3 ഫേസ്, സി സോളാർ, ബി ഹൈബ്രിഡ്. Then number 8, total unit of electricity consumed every billing cycle. Total unit of electricity, total units of electricity consumed in every billing cycle. Less than 180. A, less than 180. B, more than 180. C, widely variable. അതിങ്ങനെ മാറി മാറി വരും. 180ക്ക് താഴെ അല്ലെങ്കിൽ 180ക്ക് മുകളിൽ, ഓർ 180 എന്ന് പറയാൻ പറ്റത്തില്ല. It will be vary. Another one, total number of household appliances. Number 10, total number of household appliances. വീട്ടുപകരണങ്ങൾ, ടി വി, എ സി, ഫ്രിഡ്ജ്, ഓവൻ, വാഷിംഗ് മെഷീൻ, എക്സെട്ര. എ ലെസ് ദാൻ 5, ബി മോർ ദാൻ 5. 5 താഴെ, 5 കൂടുതൽ. നമ്പർ 10, ഈസ് ദർ എനി ഇൻവെർട്ടർ ഇൻ യുവർ ഹൗസ്? എ യെസ്, ബി നോ. ഇറ്റ് ഈസ് ആൻ yes or no question answer. Is there any inverter in your house? A, yes, B, no. Then number 12, which are the reasons do you feel that you contribute to the high rate of electricity consumption at your house? നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇങ്ങനെ കൂടാനുള്ള കാരണമായി നിങ്ങൾ കരുതുന്നത് എന്താണ്? എ, ടൂ മെനി അപ്ലയൻസസ്. ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ളത്. ടൂ മെനി ഇലക്ട്രോണിക്, 2 എ സിയും മറ്റ് സംവിധാനങ്ങളും ഉള്ളത്. ടൂ മെനി ഇലക്ട്രോണിക് അപ്ലയൻസസ്. ബി, ഫെയിലിംഗ് ടു സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കുന്ന സമയത്ത് ഫാൻസും മറ്റ് ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത്. ഫെയിലിംഗ് ടു സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. നമ്പർ സി, പീപ്പിൾ ഓക്യുപ്പൈയിങ് ഡിഫറെൻറ്റ് റൂംസ് അറ്റ് ദി സെയിം ടൈം ഓർ സിമിൾട്ടേനിയസ്ലി ആൻഡ് യൂസിങ് ലൈറ്റ്സ് ആൻഡ് അതർ അപ്ലയൻസസ്. എല്ലാ ആളുകളും ഒരിടത്തിരുന്ന് ടി വി കാണുന്നത്, പല മുറികളിലിരുന്ന് ടി വി കാണുന്നു, പല മുറികളിലിരുന്ന് വർക്ക് ചെയ്യുന്നു. അവിടെ എല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കപ്പെടുന്നു, ലൈറ്റ് ഉപയോഗിക്കപ്പെടുന്നു, ഫാൻ ഉപയോഗിക്കപ്പെടുന്നു, എ സി ഉപയോഗിക്കപ്പെടുന്നു. That is people occupying different rooms. Third choice is people occupying different rooms at the same time using lights and other appliances. Then another model, analysis of the use of social media among teenagers. Analysis of the
യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എമംഗ് ദി ടീനേജേഴ്സ്. ടീനേജേഴ്സിനുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത്. That also has the same beginning, same opening. It is also what? Structured or close-ended questionnaire. Structured or close-ended questionnaire. Number 1, name. Number 2, age. Number 3, sex. Number 4, marital status, married or unmarried. Mobile number. Number 6, how frequently do you use social media per day? എല്ലാ ദിവസവും എത്ര സമയം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു? How frequently do you use social media per day? A, less than 1 hour. B, less than 4 hours. C, more than 1 hour. D, more than 4 hours. How frequently do you use the social media per day? A, less than 1 hour. B, less than 4 hours. C, more than 1 hour. D, more than 4 hours. Number 7, for what purpose do you mostly use social media? നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നത്? A, entertainment. B, promotion or sharing, ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാനായിട്ട്. C, information, for gathering information. C, information. D, interaction with others. For what purpose do you mostly use social media? Entertainment, promotion, sharing, information and interaction. A, B, C, D. A, entertainment. B, promotion or sharing. C, information and interaction. Number 8, have you ever postponed real life activities for the social media? Real life activities മാറ്റി വെച്ചിട്ടുണ്ടോ, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി? A, never. B, sometimes. C, mostly, കൂടുതൽ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. D, always. നിങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആയിരിക്കും. D ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സാക്ഷി പറ്റിക്കുക ഉത്തരം പറഞ്ഞാൽ you will have to give the answer as always. D, do you feel alone or panicked without using social media? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ നെറ്റ് കണക്ഷൻ ഇല്ലാവുന്ന കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തനിച്ചായി എന്നൊരു തോന്നലുണ്ടാകുമോ, ഒരു തരം ലോൺലിനെസ് ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ പാനിക്കിൻ്റെ ഒരു സംഭ്രമം ഉണ്ടാവുമോ, മാനസികമായിട്ട് സംഭ്രമം ഉണ്ടാകാറുണ്ടോ? സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു ദി അഡിക്റ്റഡ് പീപ്പിൾ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു ദി മൊബൈൽ അഡിക്ട്സ്. മൊബൈൽ അഡിക്ട്സിനുണ്ടാകുന്നൊരു പ്രശ്നമാണ്. സോ ഡു യു എവർ feel alone or panicked without using social media? A, never. B, sometimes. C, mostly. D, always. Then how long have you been without internet? നിങ്ങൾ എത്ര സമയം ഇൻ്റർനെറ്റ് ഇല്ലാതെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്? How long have you been without internet? A, less than 1 day. ഒരു ദിവസത്തിൽ താഴെ. 1 day. B, 1 day. C, more than 1 day. D, never. ഒരിക്കലില്ല, താൻ കഴിയത്തില്ല. എങ്ങനെയെങ്കിലും റീചാർജ് ചെയ്ത് നെറ്റ് കണക്ഷൻ ഉണ്ടാക്കി ഉപയോഗിക്കും. So this is the case of so many people. This is a survey in order to find out the mobile addiction among the teenagers. Okay, you have to study well. And there is also another topic which I am not handling because already I have handled in the previous system, that is writing dialogues. You know, all of you know writing dialogues. You have to study well. Okay, this may do as composition work. If you have any doubts, you can contact me in person or through the groups.